ഗൾഫ് വാർത്തകളിലേക്ക് വിശദമായി. ദുബായിലെ ചില സ്കൂളുകളിലെ അധ്യയന സമയത്തിൽ മാറ്റം വരുത്താൻ തീരുമാനം. നിലവിൽ ഉള്ളതിനേക്കാൾ വൈകി ക്ലാസുകൾ ആരംഭിക്കുന്ന രീതിയിൽ ആയിരിക്കും പരിഷ്കാരം. വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിനും ഉറക്കത്തിനും പ്രാധാന്യം നൽകിയായിരിക്കും സ്കൂൾ സമയ പരിഷ്കാരം. UAE-യിൽ രാവിലെ 7-നും 7:30-ക്കും ഇടയിലാണ് സ്കൂളുകളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിനായി കുട്ടികൾ രാവിലെ 5 മണിയോടെ എഴുന്നേൽക്കേണ്ടി വരും. പരീക്ഷണാടിസ്ഥാനത്തിൽ ചില സ്കൂളുകളിൽ സമയം മാറ്റിയപ്പോൾ വിദ്യാർത്ഥികളുടെ സമയനിഷ്ഠയും ഹാജർ നിലയും മെച്ചപ്പെട്ടു. ദുബായിൽ ആദ്യമായി രാവിലെ 9 മുതൽ 4 വരെയായി ബ്ലൂം വേൾഡ് അക്കാദമി പ്രവർത്തന സമയം മാറ്റി. ജുമൈറ പാർക്ക് ദുബായ് ബ്രിട്ടീഷ് സ്കൂളിലെ ക്ലാസുകൾ ആരംഭിക്കുന്ന സമയം രാവിലെ 7:30-ൽ നിന്ന് 8:15-ലേക്ക് മാറ്റിയിരുന്നു. ക്ലാസുകളുടെ സമയക്രമം മാറ്റിയ ശേഷം പാഠ്യേതര പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനവുണ്ട് എന്നാണ് അധ്യാപകർ പറയുന്നത്. ന്യൂസ് 18 ദുബായ്. UAE-യിൽ ഉടനീളം മൂടൽമഞ്ഞിനും മഴയ്ക്കും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. ദുബായ്, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. അതേസമയം അനിശ്ചിതകാല കാലാവസ്ഥയെ തുടർന്ന് അബുദാബിയിലെ ചില റോഡുകളുടെ വേഗപരിധി താൽക്കാലികമായി കുറച്ചിട്ടുണ്ട്. മാലിന്യം നീക്കം ചെയ്യുന്നതിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച് വീണ്ടും ദുബായ് മുനിസിപ്പാലിറ്റി. പുതുവത്സര ആഘോഷത്തിന് ശേഷം ദുബായിൽ ശേഷിച്ച മാലിന്യങ്ങൾ റെക്കോർഡ് സമയത്തിനുള്ളിലാണ് ദുബായ് മുനിസിപ്പാലിറ്റി നീക്കം ചെയ്തത്. 2241 തൊഴിലാളികൾ ഈ ദൗത്യത്തിൽ പങ്കാളികളായി. മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 43 ഇടങ്ങളിൽ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധന നടത്തി. സൗദിയിൽ തൊഴിൽ ഉടമയ്ക്ക് കീഴിൽ അല്ലാതെ സ്വന്തം നിലയ്ക്ക് ജോലി ചെയ്യുന്ന വിദേശികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് പൊതുസുരക്ഷാ വകുപ്പ്. ഇത്തരക്കാർക്ക് 50,000 റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവും നാടുകടത്തലുമാണ് ശിക്ഷ ലഭിക്കുക. ഇക്കാമ, തൊഴിൽ നിയമലംഘകരുടെയും നുഴഞ്ഞുകയറ്റക്കാരെയും കുറിച്ച് മക്ക, റിയാദ്, കിഴക്കൻ പ്രവിശ്യകളിൽ 911 എന്ന നമ്പറിലും മറ്റു പ്രവിശ്യകളിൽ 999 എന്ന നമ്പറിലും ബന്ധപ്പെട്ട് എല്ലാവരും അറിയിക്കണമെന്ന് പൊതുസുരക്ഷാ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായ അബ്ഷീറിൽ കുടുംബാംഗങ്ങളുടെ ഡിജിറ്റൽ താമസരേഖകളും ലഭ്യമാക്കി തുടങ്ങി. ആപ്പിലെ ഇൻഡിവിജ്വൽസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ രേഖകൾ ലഭിക്കും. കുടുംബാംഗങ്ങളുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി കാണാനും ഉപയോഗിക്കാനും ആവശ്യമുള്ളപ്പോൾ അതിൻ്റെ പകർപ്പ് റെഫറൻസിനായി സൂക്ഷിക്കാനും ഇതുവഴി സാധിക്കും. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഈ ഡിജിറ്റൽ കോപ്പി മതിയാകും. സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോഴും ഈ രേഖ കാണിച്ചാൽ മതിയെന്നും പാസ്പോർട്ട് വിഭാഗം ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു.